എന്തിന് എന്നെ ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് ആക്രമിക്കുന്ന നിലയിലേക്ക് പോയി? എന്തിന് ആ പോലീസ് വലയം ഭേദിച്ച് അകത്തേക്ക് വന്നു? ഇതെല്ലാം കൂടെ കോടതി കൊണ്ടുകൊടുത്ത ആ ജഡ്ജി എന്റെ തന്തയ്ക്ക് വിളിക്കും. ശരിയാണ് സർ. കോടതി മുമ്പാകെ ഉയർത്തിയ വാദങ്ങളിൽ ഒന്ന് എന്തോ ആയുധം ഉപയോഗിച്ച് മിനിസ്റ്ററുടെ കഴുത്തിന് ആക്രമിച്ചു എന്നാണ് ഈ പറയുന്ന പരാതിക്കകത്ത് പറയുന്നത്. അതായത് കൈകളിലേക്കും കഴുത്തിലേക്കും പോകുന്ന നാഡികൾക്ക് കംപ്രസ്ഡ് ആയിട്ട് ക്ഷതമുണ്ടായിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ആയുധമാണ് ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളതിനെ കുറിച്ച് പ്രോസിക്യൂഷന് കോടതി മുമ്പാകെ ബോധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനെന്താ ഇത്ര മറുപടി പറയാൻ? കള്ളന്മാര് അത്ര ബുദ്ധിമാന്മാരാ അല്ലയോ? ആയുധം ഉണ്ടായിരുന്നില്ലെന്ന പോലീസുകാരുടെ മൊഴി കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നത് ഉന്തും തള്ളും മാത്രമാണ്. ചതിച്ച് പാല് കൊടുത്ത് വളർത്തിയ കൈക്കെന്നെ കൊത്തി. ഒരു തരത്തിലുമുള്ള ആയുധവും ഉപയോഗിച്ച് കഴുത്തിന് ആക്രമിച്ചിട്ടില്ല എന്നാണ് ഈ പോലീസുകാരുടെ മൊഴിയുള്ളത്. ഈ എന്താ ഉറക്കം വരുന്നു? അതായത് കൈകളിലേക്കും കഴുത്തിലേക്കും പോകുന്ന നാഡികൾക്ക് കംപ്രസ്ഡ് ആയിട്ട് ക്ഷതമുണ്ടായിട്ടുണ്ട്. അതെ, ഞങ്ങൾ ചോറ് തന്നെ ഈ സംഭവം ഉണ്ടായിട്ടും ഇത്ര ദിവസം കഴിഞ്ഞിട്ടും മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്താത്തത് എന്താണെന്ന ഒരു ചോദ്യം കൂടെ കോടതി ഇന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒരു ഇല്ലാത്ത ഒരു വകുപ്പാണ് ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് കോടതിക്ക് മുമ്പിൽ ഇന്ന് എത്തിയിരിക്കുന്നത്. എനിക്ക് നീതി വേണം യുവർ ഓണർ. ഇത്രയും തോന്നിയാസം കാണിച്ചിട്ടാ പ്രതികളുടെ ദേഹപരിശോധനയിലും ഈ പറയുന്ന ആയുധങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 5 പ്രതികളായിട്ടുള്ള KSU പ്രവർത്തകർക്ക് ജാമ്യം നൽകുകയും ചെയ്തിരിക്കുന്നത്. നാഡികൾക്ക് കംപ്രസ്ഡ് ആയിട്ട് ക്ഷതമുണ്ടായിട്ടുണ്ട്. നീ എവിടെങ്കിലും വിളമ്പിക്കൊണ്ട് നടന്നാൽ ഇനിയുള്ള നിന്റെ കലാജീവിതം സെൻട്രൽ ജയിലിലായിരിക്കും. അങ്ങനെ ഈ റോളും നഷ്ടമായി. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.